എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. റീസെൻ്റ് ആയിട്ടാണ് കണ്ണൂർ സ്വദേശിയായ ശ്രീനന്ദയുടെ ഒരു മരണ വാർത്ത ഞാൻ കാണാനിടയായത്. അത് വെയിറ്റ് ലോസ് ഡയറ്റ് എടുത്തത് കാരണം സംഭവിച്ചൊരു മരണമാണ്. ഒരു ഡയറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ബേസിക്കലി ഈ ഒരു വെയിറ്റ് ലോസ് ഡയറ്റ് എടുത്ത് ഒരുപാട് അസുഖങ്ങളായിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ വാർത്തകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. കാരണം ആ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിന് മുന്നേയും ആ കുട്ടി ഇതേപോലെ വെയിറ്റ് ലോസ് എടുത്തിട്ട് വയ്യാണ്ട് ഇതിന് മുന്നേയും ഹോസ്പിറ്റലായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സും പറഞ്ഞത് ഫുഡ് എടുക്കണമെന്നാണ്. എന്നിട്ട് പോലും ഫുഡ് അത് അവഗണിച്ചുകൊണ്ടാണ് വീണ്ടും ആ ഡയറ്റ് തുടർന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ വന്നത്. എനിക്ക് പറയാനുള്ളത് 18 വയസ്സേ ഉള്ള കേട്ടോ ആൾക്ക്. എൻ്റെ ഒരു അനിയത്തിയുടെ പ്രായമൊക്കെ വരുള്ളൂ. സോ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രശ്നം, അവരുടെയൊക്കെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗൂഗിളാണ് അവരുടെ ഡോക്ടർ. ഇപ്പോൾ ജസ്റ്റ് ഒരു പിമ്പിൾ വന്നാൽ ഉടനെ സെർച്ച് ചെയ്യും, മുടി കൊഴിച്ചിൽ വന്നാൽ സെർച്ച് ചെയ്യും, എന്ത് വന്നാലും എല്ലാത്തിനുള്ള ടിപ്പ് ഗൂഗിളാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് യൂട്യൂബ്. ഓക്കെ, യൂട്യൂബ് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് എല്ലാ കാര്യത്തിനും ഫ്രീ അഡ്വൈസ് കിട്ടുന്ന ഒരു മേഖല തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു വലിയ ഡീമെരിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കൊരു വെയിറ്റ് ലോസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റ് സംബന്ധമായ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഡയറ്റീഷ്യൻ്റെ ചാനൽ വാച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, നല്ല ഡിഗ്രിയുള്ള നല്ല ഡോക്ടേഴ്സിൻ്റെ നല്ല ചാനൽസ് ഉണ്ട്, അത് കാണാം. അല്ലാതെ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടീം ആൾക്കാരുണ്ട്. അവരെ ഞാൻ മോശമായിട്ട് പറയുന്നതല്ല. പക്ഷേ നമ്മുടെ മേഖലയിൽ എന്താണോ നമുക്ക് പ്രാവീണ്യമുള്ളത് ആ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ മേഖല അല്ലാത്തൊരു കാര്യത്തിൽ നമുക്കതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ നമ്മൾ വേറൊരാൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കേട്ടിട്ട് എടുക്കുന്ന ആളുടെ ബോഡിയിൽ എന്തുമാത്രം എഫക്റ്റ് വരുന്നു എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കില്ല, നമ്മളത് ചിന്തിക്കുക കൂടിയില്ല. ഓക്കെ, സോ ഇത് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഇങ്ങനെ ഓരോ ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നവരോട് കൂടെയാണ് ഞാൻ ആദ്യം ഒരു റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ പ്രൊഫഷനിൽ ഉറപ്പായിട്ടും നിങ്ങൾ കിങ് ആയിരിക്കും. ആ കാര്യങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടും പൊതുജനത്തിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലാത്ത മേഖലകളിൽ കൈ വയ്ക്കാതിരിക്കുക. ഓക്കെ, ഇനി ഇത് സെർച്ച് ചെയ്യുന്ന ആൾക്കാരോട്, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കണോ, വെയിറ്റ് ഗെയിൻ ഡയറ്റ് എടുക്കണോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ വന്നിട്ടുണ്ടോ, നിങ്ങൾ ഉറപ്പായിട്ടും ആദ്യം ഒരു പ്രൊഫഷനെ തന്നെ കാണുക. ഓക്കെ, ഇതിപ്പോൾ 18 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പാരൻസ് തന്നെയായിരിക്കും ഇപ്പോഴും അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, സോ പാരൻസ് ഇതിന് മുൻകൈ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതേപോലെ ഡയറ്റ്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ എനിക്കൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 14-15 വയസ്സുള്ള ഒരു ബോയിയാണ്. ഓക്കെ, അപ്പോൾ ആൾക്ക് മോഡലാവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആള് രാവിലെ എടുക്കുന്നത് 15 മുട്ടയാണ് ആൾ ഓംപ്ലേറ്റ് ആയിട്ട് കഴിക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ചിക്കൻ മാത്രം, രാത്രി ആകുമ്പോഴത്തേക്കും വീണ്ടും ഇതേപോലെ ചിക്കനും മുട്ടയും മാത്രം. സോ ഇങ്ങനെ കഴിച്ച് ക്രിയാറ്റിൻ്റെ വേരിയേഷൻ പെട്ടെന്ന് കൂടിപ്പോയി. അങ്ങനെ ആൾക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു റീസെൻ്റായിട്ട്. സോ അപ്പോഴാണ് മാതാപിതാക്കൾ എന്നെ കാണാനായിട്ട് വരുന്നത്. സോ ഇത് ആദ്യമേ, അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ആദ്യമേ ഇത് തടഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് മുട്ട നല്ലതല്ലേ എന്ന് വിചാരിച്ച് അങ്ങ് എടുക്കാൻ പറഞ്ഞു. അതും ആൾ യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ എന്തോ നോക്കിയിട്ട് എടുത്തത് തന്നെയാണ്. സോ നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഓക്കെ, പാരൻസ് ആണെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന, നിങ്ങളിത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം വാച്ച് ചെയ്യുന്ന ആൾക്കാരാണല്ലേ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എല്ലാ വീഡിയോസും നിങ്ങൾ നോക്കുന്നുണ്ടാവും. സോ ഇതോട്ടുള്ള നല്ല അവയർനെസ് ആയിട്ടുള്ള വീഡിയോസും കൂടെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ക്രാഷ് ഡയറ്റുകൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ് കേട്ടോ. ഷേക്ക് മാത്രം കുടിച്ച് വെയിറ്റ് ലോസ് ചെയ്യുക, സപ്ലിമെൻറ്റ്സ് കഴിച്ച് വെയിറ്റ് ലോസ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും കുറേ വേ പ്രോട്ടീൻസ് നിങ്ങൾക്ക് തരിക. ഇതും നാളെ നിങ്ങൾക്ക് അപകടകരമായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് ഓവറായിട്ട് എടുക്കുന്ന മാത്രമല്ല, ഇപ്പോൾ പൊണ്ണത്തടിയോ ഒബീസിറ്റിയോ മാത്രമല്ല നമുക്ക് ദോഷമായിട്ട് വരുന്നത്. ഈ പറയുന്ന പോലെ ഫുഡ് കഴിക്കാതിരിക്കുന്നത് ദോഷം തന്നെയാണ്. ഓക്കെ, സോ ഉറപ്പായിട്ടും. പിന്നെ വേറൊരു വിഭാഗക്കാരുണ്ട്, എന്താണെന്നറിയോ, യൂട്യൂബും ഗൂഗിളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ക്യാഷിൻ്റെ ചിലവില്ലല്ലോ, അല്ലേ, സിമ്പിൾ അല്ലേ, അത് നോക്കി അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ നമ്മളൊരു ഡയറ്റീഷ്യനെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ ഒക്കെ കാണാൻ പോകണമെങ്കിൽ നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവരും കുറച്ച് കഴിയുമ്പോൾ തിരിച്ച്, ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ ടോക്കിന് വേണ്ടി പറയുന്നതല്ല, എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ ഇവരും വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇപ്പം നിങ്ങൾക്ക് ലാഭം കിട്ടി, ഇപ്പം നിങ്ങൾക്ക് എത്ര രൂപ ലാഭം കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു നിസ്സഹായത മാത്രമേ അവരെ മുഖത്ത് കാണാൻ പറ്റൂ. കാര്യം അങ്ങനെ ഈ ഓരോ ടിപ്പുകളൊക്കെ വെച്ച് എടുത്തെടുത്ത് ഈ നാരങ്ങ നീര്, അതുപോലെ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴിക്കുക, തേന് കുടിക്കുക, അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കരുത്, വൈകുന്നേരം മാത്രം കഴിക്കുക, ഇല്ലെങ്കിൽ അരിയാഹാരം മൊത്തം ഒഴിവാക്കുക, ഫ്രൂട്ട് ഡയറ്റ്, ഫ്ലൂയിഡ് ഡയറ്റ്, ജ്യൂസ് ഡയറ്റ്, കീറ്റോ ഡയറ്റ്, ക്രാഷ് ഡയറ്റ്, എനിക്കിനി അറിയില്ല എന്തൊക്കെ ഡയറ്റാ ഈ തിയററ്റിയിൽ ഇല്ലാത്ത ഇവർ തന്നെ കുറേ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ ഡയറ്റ് ഉണ്ട് കേട്ടോ. സോ ഇതെടുത്തിട്ട് അതിൻ്റെ 10 ഇരട്ടി അവർക്ക് ക്യാഷ്. കാര്യം ഇത് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുമല്ലേ, ഇതിൻ്റെ 4
അല്ലെങ്കിൽ ഒന്നുപോലും വേണ്ടല്ലോ, നമുക്കൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് അവർ പറയുന്ന ഒരു കുറച്ച്, അപ്പം നമ്മൾ മെഡിസിൻസ് അല്ലല്ലോ പറയുന്നത്, നിങ്ങൾ ഇത്രയും ഒരു ലിസ്റ്റ് ഓഫ് മെഡിസിൻ മേടിച്ച് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡേഴ്സ് മേടിച്ച് കഴിക്കുന്നല്ലോ പറയുന്നത്, നിങ്ങൾ ഫുഡ് മേടിച്ച് കഴിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ചിലവാക്കുന്ന ഈ പറയുന്ന ടിപ്പുകൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അത്രയും കോസ്റ്റ് നിങ്ങൾക്ക് നട്ട്സ് മേടിച്ച് കഴിക്കാനാവില്ല. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതിയാവും. സോ അങ്ങനെ പറയുന്ന വിഭാഗക്കാരുണ്ട്, അതും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ മുതിർന്നവരായ പാരൻസ് ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് നോക്കുക, എന്നിട്ട് നിങ്ങളത് നിർബന്ധമായും നിങ്ങളത് ചെയ്യരുത് എന്ന് തന്നെ പറയാം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലെ നാളെ വേറൊരു ശ്രീനന്ദ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാര്യം ഈ വാർത്ത എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. ഈ വെയിറ്റ് ലോസ് എന്ന് കേട്ടപ്പോഴാണ് കുറച്ചുകൂടെ എനിക്ക് വിഷമം വന്നത്. കാര്യം ഞാനൊരു പേഴ്സണൽ വെയിറ്റ് ലോസ് ട്രെയിനറും കൂടെയാണ്. അപ്പോൾ അത് ചിന്തിച്ചപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നി. ആ ഒരു അവസ്ഥ ഒരാൾക്ക് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, ഞാനും യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്, ഞാൻ യൂട്യൂബ് വീഡിയോസ് ഇടുന്നുണ്ട്, ഇതും യൂട്യൂബിലാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ദോഷം ഉണ്ടാവാൻ പാടില്ല, ഒരു നെഗറ്റീവ് സംഭവം എന്നിലൂടെ ആരും സ്പ്രെഡ് ആക്കരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പറയുന്ന ആൾക്കാരോടും ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ നിങ്ങൾ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക, അറിവില്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. ഈ ഡയറ്റ് എടുക്കുന്നവർ പ്രൊഫഷണൽസിനെ കണ്ടിട്ട് മാത്രം ഡയറ്റ് എടുക്കുക. താങ്ക് യു.